Welcome back to another video. My name is Shebz. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം guys. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ ഇൻട്രോയിൽ കണ്ടിട്ടുണ്ടാവും ഒരു കിട്ടിയൊരു ആനിമേഷൻ 3D ഇൻട്രോ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിന് പ്രത്യേകത വെച്ചാൽ ഒരു ആപ്ലിക്കേഷൻ ഇല്ലാണ്ടാണ് ഈ ഇൻട്രോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു വെബ്സൈറ്റിന്റെ സഹായത്തോടുകൂടി എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് കോപ്പിറൈറ്റ് ഇല്ല, വാട്ടർമാർക്ക് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. യൂട്യൂബ് ഇൻട്രോ അല്ലെങ്കിൽ വീഡിയോ ഇൻട്രോസിനുമായി ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കിട്ടിയ ഒരു വെബ്സൈറ്റ് ആണ്, പലർക്കും അറിയാമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു അടിപൊളി 3D ആനിമേഷൻ ലോഗോ ഉണ്ടാക്കാം എന്നുള്ളതിലേക്ക് നേരെ പോകാം. എന്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം കാണുന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ പോയിട്ട് പാൻസിയോഡ് എന്ന് ടൈപ്പ് ചെയ്യുക. സൈറ്റിന്റെ പേരാണ് പാൻസിയോഡ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ പോയിട്ട് ഡയറക്റ്റ് സൈറ്റിലേക്ക് കയറാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് പാൻസിയോഡ് സൈറ്റ് എടുക്കാം. അതിനുശേഷം ഇതുപോലൊരു വിൻഡോ വരുന്നതാണ് ഗൈസ്. ഇപ്പോൾ നമുക്ക് ഇവിടെ താഴെ മോർ ക്രിയേഷൻസ് ഉണ്ട്, അവിടേക്ക് പോകാം. കുറേ ഓപ്ഷൻസ് കൂടി വരുന്നതാണ്. ഇവിടെ കാണാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഗൈസ്. ഇവിടെ നമുക്ക് മുകളിൽ കാണാം കാറ്റഗറീസ് ഉണ്ട്, ട്രെൻഡിങ്, ലേറ്റസ്റ്റ്, ടോപ്പ്, ഫോളോയിങ്, സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളൊരു ഇത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഗൈസ്. ഇതിലും 3D ആനിമേഷൻ വീഡിയോസ് നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കത് ഒന്ന് സെലക്ട് ചെയ്യാം, സ്കിപ്പ് ചെയ്യാണ്, ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാനൊരു പബ്ജിൻ്റെ ഇവിടെ സെർച്ച് ചെയ്തത്. നമുക്ക് ഇതാണ് സെലക്ട് ചെയ്യുന്നത്, ഇത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഓൾറെഡി ഒരു മ്യൂസിക് ആഡ് ആയിട്ടുണ്ടാവും. അതൊരിക്കലും യൂസ് ചെയ്യരുത്. പ്രത്യേകിച്ച് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആൾക്കാർ അതൊരിക്കലും യൂസ് ചെയ്യരുത്, അതിന് കോപ്പിറൈറ്റ് വരുന്നതാണ്. അപ്പോൾ ആ മ്യൂസിക് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറൊരു യൂട്യൂബിൽ നിന്ന് ഓൾറെഡി ഫ്രീ ആയിട്ടുള്ള മ്യൂസിക് അതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ ഓപ്പൺ ഇൻ ക്ലിക്ക് മേക്കർ എടുക്കാം. ഇപ്പോൾ ഇതുപോലൊരു വിൻഡോ വരുന്നതാണ് ഗൈസ്. ഇവിടെ ലോഡിംഗ് ആണ്. ഇപ്പോൾ ഓൾറെഡി ഇവിടെ ആനിമേഷൻ ലോഡ് ചെയ്തതാണ്. ഞാൻ അധികം ഒന്നും കസ്റ്റമൈസ് ചെയ്യുന്നില്ല, കസ്റ്റമൈസ് ചെയ്യുന്നവർക്ക് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് നമുക്ക് ഇവിടെ ഈ ടെക്സ്റ്റ് മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതുള്ളൂ. നിങ്ങൾ ചാനലിൻ്റെ എന്താണ് പേര് അത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം പ്രൊജക്റ്റ്, ബേസിക്സ്, സീൻസ്, ഒബ്ജക്റ്റീവ്, എഫക്റ്റ് ആൻഡ് ക്യാമറ, മ്യൂസിക്, ഡൗൺലോഡ്. നമുക്ക് ഇതിൽ പോകേണ്ടത് ഒബ്ജക്റ്റിലേക്കാണ് പോകേണ്ടത്. നമുക്ക് ഇതിൽ മാത്രമേ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ നമുക്ക് കാണാം ടെക്സ്റ്റ് എന്നുള്ളത്, അതെല്ലാം നമുക്ക് ആവശ്യമുള്ള നമ്മളൊക്കെ എന്താണ് നമ്മളെ ചാനലിൻ്റെ പേര് അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഇവിടെ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്യുകയാണ്. ഇവിടെ 3 സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്, അപ്പം 3 സ്ഥലത്തും ടൈപ്പ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഇവിടെ ഫോണ്ട് മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫോണ്ട് വേണമെങ്കിൽ മാറ്റാം. ഞാൻ ഇൻബിൽഡ് ആയിട്ടുള്ള ഫോണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ 3 സ്ഥലത്തും ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മളെ പേര് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നത് നോക്കാം. ഇവിടെ നമുക്ക് കാണാം പ്ലേ ബട്ടണും ആൻഡ് ഒരു കണ്ണിന് ചിഹ്നം, അത് രണ്ടും ഒന്നിച്ച് നിൽക്കുക. അപ്പോൾ വീഡിയോ പ്ലേ ആകുന്ന കാണാം. ജസ്റ്റ് ഒരു 5 സെക്കൻഡേ ഉള്ളൂ. അത് നമുക്ക് ഇഷ്ടമുള്ള വേറെ ആണെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഇൻട്രോ കൊണ്ട് നമുക്കൊരു ഗെയിമിംഗ് റിവ്യൂ ഒക്കെ ചെയ്യുന്നവർക്ക്, ഗെയിമിംഗ് ചാനലൊക്കെ ഉള്ളവർക്ക് ഈ ഇൻട്രോ വലിയ ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമുക്ക് താഴെ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് മോഡ് ഉണ്ട്, ഏത് ഇല്ലാണോ വേണ്ടത് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ ബാലൻസ്ഡാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് വെബ് ക്യാം ഉണ്ട്, MKV ഉണ്ട്. ഞാൻ ഇവിടെ MKV കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ സ്റ്റാർട്ട് ഡൗൺലോഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ലോഡ് ആവുന്നതാണ്. ഇത് നേരെ ലോഡായിട്ട് നേരെ നിങ്ങൾ ഫയൽസിൽ സേവ് ആവുന്നതാണ്.
ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.